ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ശക്തനില്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചുപോയേക്കും. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കെവറിൻകാരനായ ആ മനുഷ്യൻ അന്നയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരെ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരെ കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. ും
തിരുമുഖം തുടയ്ക്കുന്നു. അവൾക്ക് മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കൊള്ളട്ടെ. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയം ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ വിനയപൂർവം തുടച്ചു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് എന്നെ വിളിക്കുന്നു. ഗർവിക്കയിൽ പോയി ലഭിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. പീഡാനുഭവത്തിന്റെ